ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ അടുത്ത ദിവസത്തെ പരിപാടി തുടങ്ങി. തുമ്പി ഇറങ്ങിയതായിരുന്നു, പക്ഷെ തുമ്പിക്ക് പെട്ടെന്ന് വയറിന്റെ ഉള്ളിൽ മിക്സി പോലെ അടിച്ച് അങ്ങനെ വീണ്ടും തിരിച്ചു കൊണ്ടു. യൂറോപ്പിൽ പോയതാ. തുമ്പി നേരെ പോവാണ്. ഞങ്ങളെ ഇന്നലെ ഭക്ഷണം കഴിക്കാതെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്രോക്സിമറ്റ്ലി 3 o'clock ആയപ്പോഴാണ് ഒന്ന് കഴിച്ചത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് പോവാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഗൈസ് നോക്കൂ, ഒരു കാര്യം നിങ്ങളോട് പറയാം. ഡൽഹിയിൽ ഭയങ്കര തിരക്കുറവാണ്, വലിയ ആളോ പേരോ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം പൊല്യൂഷൻ, രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള രാജ്യസ്ഥാനത്ത് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവലപ്പുണ്ട ഫുള്ള് പാട്ടാട്ടോ, അവന് മാത്രം ജീവിച്ചാൽ അപ്പം അങ്ങനെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഈ ചായക്കടയിൽ പോലും ഒരു ചായ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ജനങ്ങളായിരുന്നു ഇന്നലെ ഇവിടെ രാത്രിയില് മുട്ടക്കച്ചവടമായിരുന്നു. ഇപ്പൊ മറ്റേ സാധനം എന്തോ റൊട്ടിയോ എന്തോ സംഭവം ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ എന്തായാട്ടെ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഈ പറഞ്ഞ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര തിരക്കുറവാണ്. അല്ല ഭയങ്കര ജനം ഉണ്ടാകുന്ന ഒരു നഗരവീതിയാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഉസ്ബെക്കിസ്ഥാനികള് കസാക്കിസ്ഥാനികള് കപ്പട ബിസിനസ്സിന് വരുന്നതാണ്. പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇവർ ഈ കിസ്മിസ് അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അതിനിടയിൽ നമുക്ക് കട കെട്ടി ഇവിടെ കഴിച്ചിട്ട് പോവാം. നിങ്ങൾ മുഴുത്ത ആണോ നിങ്ങളുടെ? ഞാൻ വന്നെടുത്ത് ഭക്ഷണം കിട്ടി, നല്ല ബട്ടർ നാന്, ചിക്കൻ കറി, പുള്ളി പിന്നെ ബെറ്റർ ടോസ്റ്റ് മേടിച്ചു. കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം കേട്ടോ. ഇന്നലെ എനിക്ക് പണി കിട്ടി. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ആകെ പെട്ടുപോയി ഗൈസ്, മൊത്തം കലങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശ്രദ്ധിച്ചോണ്ട് ഭക്ഷണം കഴിക്കാൻ. വാരി വലിച്ച് അതും ഇതും കഴിച്ചിട്ട് ഊമ്പി തിരിഞ്ഞിരിക്കുക. അല്ലടാ പിന്നെ ഇന്നലെ നിന്നോട് ആണെന്ന് പറഞ്ഞല്ലേ ആ സാധനം കഴിക്കില്ലേ പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് സൂപ്പ് പോലെ തന്നെ പോകുന്നില്ലേ പറഞ്ഞില്ല, സൂപ്പ് കുടിക്കാൻ പോയത് കേട്ടോ. പെട്ടു. എന്തായാലും കഴിക്കട്ടെ. കഴിച്ചതോ പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്, നമ്മുടെ വണ്ടിയുള്ളടുത്ത്. പോവാം. ഓ മധുരമാ, കൊഞ്ചം എനക്കും കൂടെ കൊടുക്കങ്ങടാ, കൊഞ്ചം മതി. അത്ര ഒന്നും വേണ്ട, പോടാ. പിന്നെ ഊമ്പിക്കാൻ നിൽക്കില്ലേ, വാണോ. അവൻ മറ്റേ ടിപ്പർ ലോറി കയറ്റുന്നോലാ സാധനം കയറ്റുന്ന. നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാട്ടോ. തുമ്പി നേരെ ഫ്രണ്ടിലേക്ക് പോയി, ലിബി നേരെ പറഞ്ഞു കടയുടെ പേരെടുക്കാൻ. ഇതാ ഓട്ടോയിൽ കയറാം. ഇവിടെ ഓട്ടോക്കാർ കയറിയാക്കല്ലോ കേട്ടോ. അമ്മാർ ആദ്യം പറയുന്ന പൂശാനുള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം പൂശാനുള്ള സ്ഥലം റെഡിയാക്കി തരും. രണ്ടാമത് റൂം, അതന്നെ, പിന്നെ മസാജ്, അങ്ങനെയുള്ള സമയം. എൻ്റെ ഫോണും കൊണ്ട് ആരും പോവുക. ഞാൻ ട്രൈപ്പോഡ് എടുത്തിട്ടില്ല കേട്ടോ. ട്രൈപ്പോഡ് ഒരു ബാധ്യതയാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ പറയാം. അപ്പം ഞാൻ പള്ളിയിലച്ഛനായിട്ടാണ് ഇവരോട് പറയുന്നത്. ഞാൻ പള്ളിയിലച്ഛൻ എന്നോട് ഇതൊന്നും പറയില്ലെന്ന് പറയും. അല്ല വേറെ വകുപ്പൊന്നും. തുമ്പിക്ക് വീണ്ടും ബാത്റൂമിൽ പോകണോ? വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കണം. വണ്ടി എടുക്കാം അല്ലേ. നമ്മളിന്ന് അങ്ങനെ 3 കാണുമെന്നാണ് പറഞ്ഞത്. 3 എൻഡവർ. ദൈവത്തിന് അറിയാം എന്താകും എന്നുള്ളത്. അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ ഹോട്ടലിലാണ്. ഹോട്ടലിൽ നിന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടി. അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ലക്ഷ്മി നഗറോ എന്താണെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ എത്തുന്നോടം വരെ തിരക്കായിരിക്കും. അയ്യോ ഭയങ്കര തിരക്കായിരിക്കും. ഇതാണ് നമ്മുടെ വണ്ടി കാണുന്ന ബ്രിയോ. പോവാണോ? ഈ പോവാണോ? വീണ്ടും ബാത്റൂമിൽ പോവാ? എടാ ഇന്നലെ മേടിച്ച വെള്ളം വണ്ടിക്കകത്തുണ്ട്, അത് ഒഴിച്ചാൽ പോരെ? അവിടുന്ന് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ വെൽക്കം ഡ്രിങ്ക് എടുക്കുക. ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഫുൾ ചൈനയുടെ മിഷനറിയാണ്. ഈ കാണുന്ന ക്രെയിനൊക്കെ ലോകത്ത് ചൈനീസ് മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞു. വേണം, ഭയങ്കര പൈസ കുറവാണ്. ഈ കാണുന്നതൊക്കെ ചൈനയുടെ മിഷനറികളാട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും ഫുള്ള് അതന്നെ ഇത് ചൈനീസ് മിഷനറികളാണ്. കാരണം വോൾവോ, ലിബറൽ അങ്ങനെയുള്ള കമ്പനികളുടെ സാധനത്തിന് പൈസ കൂടുതലും, ഇതിന് പൈസ കുറവാണ്. സാധനം നോക്കിയാണല്ലോ ആൾക്കാർ മേടിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടെങ്കിൽ നീ പെണ്ണ് കെട്ടാൻ നേരത്തും ഗൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ലിബിനെ പെണ്ണ് കെട്ടിക്കുന്നില്ല എന്ന്. ഇല്ല, ലിബിൻ ഒരു നല്ല കുട്ടിയാണ്. അവൻ ഇൻസ്റ്റാഗ്രാമിലോ മറ്റിതിലോ ഒന്നും ആരുമായിട്ട് ചാറ്റിങ് അങ്ങനെ ഒന്നുമില്ല. ലിബിന് വേണ്ടി പെണ്ണന്വേഷിച്ച് പെണ്ണ് പോലും കിട്ടുന്നില്ല ലിബിന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിബിനെ കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ക്യാമറ ഓഫ് ആക്കി ലിബിനെ കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ സുവർണ അവസരം. അല്ല, ലിബിനെ കെട്ടാൻ സുവർണ അവസരം. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ലിബിനെ കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. അല്ലേ തുമ്പി? ഗൈസ് നോക്കൂ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ തുമ്പിച്ചേട്ടൻ നോക്കുന്നുണ്ട്. അതെ, പുള്ളി നോക്കുന്നുണ്ട്, പുള്ളി കവലയിലേക്ക് നോക്കുന്നുണ്ട്. ഗൈസ് നോക്കൂ. അതായത് നമുക്കങ്ങനെ
പാട്ടിൻ്റെ അത് കേൾക്കുന്നുണ്ടോ? ഇല്ല ഇന്ന് ലേറ്റ് ആയിപ്പോയല്ലേ നമ്മള്. ഒടുക്കത്തെ പിടുത്തോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോണ്ടോ ട്രാഫിക് പിടിക്കുന്ന പിടുത്തം നോക്കിയേ. ഇതേ എന്റെ പൊന്നെ, ഞാൻ അന്ന് ചൊല്ലിട്ടാ കിട്ടിപ്പോയി. വീടാ എന്നോ വലിയൊരു വീടാടാ, നോക്കിക്കടാ. ഇത് വല്ല രാഷ്ട്രീയ നേതാക്കന്മാർ? അല്ലല്ലല്ല, ഇതെന്തോ വലിയ ബിസിനസ്സുകാരൻ്റെ എന്തോ വലിയ വീടാ. കഴിച്ച് ഇത് കണ്ടോ, നിൽക്കുന്നുണ്ടോ? ഞങ്ങൾ 2024 21 ലാസ്റ്റ് ബസ്സായിട്ട് വന്നേ, നമ്മുടെ ക്യാരവാനായിട്ട്. അന്ന് ചൊല്ലിട്ട് ഞങ്ങൾ പോയതാ. ഇനി ജീവിതത്തിൽ സ്വന്തം വണ്ടി കൊണ്ട് ഡൽഹി വരില്ല. ഡൽഹി, മുംബൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളില്, സ്വന്തം വണ്ടിയായിട്ട് പൂനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്വന്തം വണ്ടി കൊണ്ട് കയറാൻ പാടില്ല. അതെ. പിന്നെ നമ്മുടെ ട്രൗസർ മുതൽ എല്ലാവരും ഊരിയെടുക്കും. കാരണം വെച്ചാൽ ഇവർക്ക് ഒരിക്കലും പോലീസുകാരോട് നമുക്ക് ബീറ്റ് ചെയ്ത് ഒന്നും ചെയ്യില്ല. കാരണം അവർക്ക് ലോ കൂടില്ല. നമ്മളിപ്പോൾ ചെരുപ്പിട്ട് ഓടിച്ച് അവർ പറയും ചെരുപ്പിട്ട് ഓടിച്ച് പ്രശ്നമാണ്, അതാ ഇതാ. സി അവർക്ക് പറയാൻ കാരണങ്ങൾ ഒട്ടനവധി. നീ സി പറഞ്ഞില്ലേ, ഞാൻ എ പറഞ്ഞു. ഗൈസ്, അതായത് ഈ അവർക്ക് പറയാൻ കാരണങ്ങൾ ഒട്ടനവധിയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇവരൊന്നും പറഞ്ഞ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിരിക്കണം. ഞങ്ങൾ അങ്ങനെ ഊരിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പണി കിട്ടി, അത് തീർത്തു. ഒറീസ വെച്ചാണ് ഞങ്ങളുടെ ബസ് ഈ പ്രാവശ്യം ഓടി വന്നപ്പോൾ. ഓടുന്ന വണ്ടിക്ക് ലൈസൻസ് ഇല്ല, പിന്നെ ഓവർ സ്പീഡ് എല്ലാം കൂടെ കൂടി വലിയൊരു തുക അടിച്ചു തന്നു. ഒറീസയിൽ ആളുള്ളത് കൊണ്ട് വിളിച്ചു പറഞ്ഞ് അവിടെ ഫൈൻ അടച്ചു. കോർട്ടിൽ സബ്മിറ്റ് ആണ്ട് വന്നു വക്കീലായിട്ട്. അതിൻ്റെ തീർത്താന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് ക്യാമറ. ഈ സാധനം ഹൈബ്രിഡ്, ഇത് പൊളിയാവും. കാരണം ഏത് പ്രീമിയം കാറിനും വെല്ലും. കാരണം വെച്ചാൽ ഇതിനങ്ങനെ മെയിൻ്റെനൻസ് വരാറില്ല, അല്ലേ തുമ്പി? ഒരു ബെൻസിന്റെ ഏതായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ഈ ക്ലാസ് ആയിട്ട് വിച്ച് വൺ ഈ ആയിട്ട് അല്ലേ? ഈ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ക്യാമറ. ഇല്ല മെയിൻ്റെനൻസ് ഒന്നും വരാനില്ല അല്ലേ? 24 സംതിങ് കിട്ടും. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാം കേട്ടോ. ഇതെന്നെ ചെക്കിങ് തുമ്പി? ചെക്കിങ്ങാ, പേപ്പറൊക്കെ മേടിച്ച് ചെക്ക് ചെയ്യുന്ന. എൻജിൻ നമ്പർ വരെ വാങ്ങിയിട്ട് ചെക്ക് ചെയ്യുക വണ്ടിയുടെ. ടൂറിസ്റ്റ് പോലീസ്, ഇവിടെ ടൂറിസ്റ്റ് പോലീസ് ഉണ്ട് ഡൽഹിയില്. പിന്നെ ഉണ്ടാകാതെ ടൂറിസ്റ്റ് ആയിട്ടും കൊടുത്ത് വരുന്നല്ലേ? ഞാനും ആദ്യമായിട്ട് വേണം കേട്ടോ ഡൽഹിയില്. എവിടെ വല്ല യൂബർ എല്ലാം വിളിച്ചിട്ട് വല്ല പൈസ കൂടുതൽ മേടിക്കും, അങ്ങനെ എന്താ വിഷയമായി കാണും. മറ്റേത് മനസ്സിലായോ? ഇത് ഡിസൈർ ആണോ പിടിച്ച അവിടെ? അത് തന്നെ മനസ്സിലായോ? സംഭവം ശരി കേട്ടോ. ആരാ ലിപിൻ പൊട്ടനാന്ന് പറഞ്ഞു? ഞാൻ പൊട്ടനല്ല, അതെ തെളിയിച്ചിരിക്കുന്നു. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ സരോജിനി നഗർ നമ്മുടെ സ്ഥലത്തെത്തി. ഇനിയിപ്പോ ഇവിടെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ വണ്ടിയുടെ നേരെ മുന്നേ കൊണ്ടിട്ടു, ഇതിന്റെ ബേക്കിലേക്ക് വെച്ചാൽ കൊണ്ടിട്ടോളൂ. അവരുടെ DL-ന്റെ ഈ വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ? കോപ്പുണ്ട്. ഏതാ അതിനാ? അത് നമ്മുടെ ഏജന്റുമാർ വണ്ടി ആയിരിക്കുമോ? എക്സ്പയർ വണ്ടി പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ കേട്ടോ. അതായത് ഇത്ര വർഷം കഴിഞ്ഞ് ഇവിടെ ഓടിക്കാൻ പാടില്ലെന്നൊരു നിയമം ഉണ്ടല്ലോ. ആ നിയമത്തിൽ ഈ കാണുന്ന ഇന്നോവയാണോ? ബീറ്റ്. ഈ കാണുന്ന ബീറ്റ് പിന്നെ എടുത്തോണ്ട് ടോ ചെയ്തോണ്ട് പോവാ കേട്ടോ. സ്ക്രാപ്പിന് പോവല്ലേ? ഇന്നോവയാ? സ്ക്രാപ്പിന് പോവോ? സ്ക്രാപ്പിന് പോവോ? ആ വണ്ടി കൊണ്ടുപോയിട്ടാ, കൊണ്ടുപോയി തൂക്കിക്കൊണ്ട് പോയി. 15 കൊല്ലം കഴിഞ്ഞ വണ്ടി. 10 ആണോ 15 ആണോ ഡീസല്? 10 കൊല്ലം ടാക്സി അല്ലേ? എടുത്തോണ്ട് പോയി നോക്കടാ, മേളിലേക്ക് നോക്കടാ. പൊക്കിക്കല് പിന്നെ പൊക്കി പിടിച്ചേ കണ്ടാ സാധനം കൊണ്ട് അവര് പോയി. ചേടാ, അപ്പൊ ഇവിടെ പരിപാടി നടക്കൂല കേട്ടോ. കർശനം ഇവിടെ പൊല്യൂഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട്. ഇവർക്ക് ഇത്ര വണ്ടി പിടിക്കണമെന്ന് നല്ല ഇതുണ്ടാവും. തൂക്കിക്കൊണ്ട് പോയിട്ടോ. അത് കഥം. ഇനി ഇവര് ഒത്തുതീർപ്പിന് പോണം. കിട്ടുമൊന്നുമില്ല, സ്ക്രാപ്പി. ഗായ്സ്, ആ വണ്ടി ഫൈൻ അടിച്ചാൽ കിട്ടും കേട്ടോ. അല്ലാതെ അങ്ങനെ പിന്നെ തരാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് അതിന്റെ സംഭവം. ഇതൊക്കെയോ അവർ സംസാരിക്കുകയാണ്. നമ്മുടെ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് നല്ലൊരു ലസ്സി കുടിച്ചാൽ വയറ് നന്നാവുന്ന ഏതോ കാണാറുണ്ട് പറഞ്ഞായിരുന്നു. പ്രകാരം ഒരു ലസ്സി കുടിക്കാം. ഗൈസ്, എന്തൊക്കെ ബഹളമായിരുന്നു. അവിടുന്ന് കഴിക്കുന്നു, ഇവിടുന്ന് കഴിക്കുന്നു, അവിടുന്ന് കഴിക്കുന്നു. ഇതവിടെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തു നിന്നും എല്ലാം കഴിക്കുന്നു. ലാസ്റ്റ് ഇന്നലത്തോടു കൂടി പരിപാടി പാളി. എനിക്കും തുമ്പിക്കും കിട്ടി കേട്ടോ. ബിരിയാണിയിലാണോ എന്തിനാണോന്ന് എനിക്ക് അറിയത്തില്ല. എന്തോന്ന് കിട്ടി, പണി പാളി. ഈ ഭയങ്കര പെയിനാ. മോരും വെള്ളം കുടിക്കുക. ലസ്സി കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കുടിക്കാം. ഇപ്പം കുടിക്കുന്നില്ല. ആദ്യം ഒന്നും എല്ലാം നടക്കില്ല എന്നൊക്കെ നോക്കട്ടെ. ആദ്യം ഇതിൻ്റെ അകത്ത് കയറട്ടെ, അങ്ങനെ ആവും എന്നൊക്കെ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി പ്ലാൻ ചെയ്യാം. ഗൈസ് ഊമ്പിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബയാജിയുടെ ഇടയിൽ പോയിട്ട് വന്നപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് കയറാൻ പറ്റുന്നില്ല, ഗ്യാപ്പില്ല. വണ്ടിക്കകത്ത് കയറിയാൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് വേറൊരു വണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. ഇത് നിർത്തി എഞ്ചിൻ പണി എന്നാടാ, നിർത്തി എഞ്ചിൻ പണി എന്നാ കാണുന്നത്. എന്നെ സെറ്റപ്പ് നോക്കിയേ. ഇതില് ഡിക്കിക്കകത്തോടെ കയറി കേട്ടാ, അതേ നടക്കുള്ളൂ.
ചേടാ പെടുത്തി കളഞ്ഞല്ലോ. എല്ലാരും ഗ്യാപ്പിന് വണ്ടി വെച്ചു. തുമ്പിക്ക് തടിയില്ലല്ലോ. തുമ്പി എങ്ങനെ കയറൂടോ? എങ്ങനെ കയറും? ഞാൻ കയറണോ? ഞാൻ വേണേ കയറാം. ഞാനൊരു കോലയെ കയറിയാ ക്ലാസിന്റെ അകത്തൂടിയോ? ഇയാൾ എങ്ങനെ കയറുന്നേ? ക്ലാസിന്റെ അകത്തൂടിയോ? ചേട്ടാ മേളിൽ കൂടെ കയറി കാലകത്തോട്ടിട്. അതിന്റെ മേളിൽ കൂടെ കയറി കാലകത്തോട്ടിട്. പുള്ളി എന്താ എഞ്ചിൻ പണി എടുക്കുന്നതാണ്. പുള്ളി കേറിയോ? കള്ളം ഭാസ്കരാ. ആഹാ ഞങ്ങളെ ഒരു ബീറ്റില് उसका गाड़ी है नहीं है राहुल का गाड़ी है। हाँ निहाल का नहीं है वो राहुल का. ഗൈസ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ദൈവത്തിനറിയാം എന്നാന്നുള്ളതൊക്കെ. കേറാട്ടോ. അതെ ആ ബേക്കിൽ നിൽക്കുന്ന ഒരു ആണും പെണ്ണും കണ്ടോ? അവർ രണ്ടുപേരും ഞങ്ങളെ നോക്കുന്ന എന്നാ നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാ. ഇന്നലത്തെ വീഡിയോ കാര്യം പറഞ്ഞില്ലേ? ഇറങ്ങി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്നറിയോ? വേറെ വണ്ടി തപ്പാൻ പോവാന്ന് വിചാരിച്ചിട്ട് തപ്പിക്കോളും. ടെൻഷൻ അടിച്ചിട്ടോ അവരുള്ള ബ്രോക്കർമാരെല്ലാം വിളിക്കുന്നുണ്ട്. ഡീലർമാരുടെ അടുത്ത് വണ്ടി കിടപ്പുണ്ട്, പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര പൈസ, കൊടുക്കലത്തെ പൈസ. സംഭവം എന്നറിയാമോ? സംഭവം ഞാൻ കറക്റ്റ് നിങ്ങളോട് പറയാം. അതായത് ഇവിടെ വണ്ടിക്ക് വിലക്കുറവാണെന്നുള്ളൊരു ധാരണ വന്നു മൊത്തത്തില്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് കയറി വരുന്നവരെന്ത് ചെയ്തു? ഇവിടെ ഈ പറഞ്ഞ വിലയ്ക്ക് വണ്ടി കിട്ടിയില്ല. അപ്പം കിട്ടുന്ന വണ്ടി എടുത്തോണ്ടു അല്ലേ തുമ്പി? കിട്ടുന്ന പൈസക്ക് വണ്ടി എടുത്തോണ്ടു. എന്നാലും വന്നതല്ലേ, ചിലവൊക്കെ അങ്ങനെ ആയില്ല. ഇവിടുത്തെ അവസ്ഥ വണ്ടി ഇന്നലെ 3 വണ്ടി പാർട്ടിയുടെ വണ്ടി എല്ലാം വിളിച്ചെല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഒരുത്തവനെ വിളിച്ചപ്പോ ഒരുത്തൻ കോടതിയില്, ഒരുത്തൻ പറഞ്ഞ വൈകുന്നേരം 4:30 വന്നാൽ മതി. ചെയ്യുക നമുക്ക് വേറൊരു BMW കണ്ടിട്ട് വരാം. അതെ BMW അല്ലേ കാണാൻ വന്നേ? ബീറ്റിലല്ലേ? അല്ലല്ല BMW. മറ്റേതാ? മറ്റേ 330. ഇവിടുത്തെ ലൊക്കേഷൻ, ഇവിടുത്തെ സ്ഥലങ്ങൾ നിങ്ങളോട് നമ്മൾ പറഞ്ഞു തരണോ? നിങ്ങൾ ഇവിടുത്തെ രാത്രി സഞ്ചാരിയാന്നുള്ള ഒരു കരക്കമ്പി ഇവിടെ വരുന്നുണ്ടല്ലോ. നിങ്ങളെ ഇൻഡിഗോയുടെ സ്റ്റാഫാ. ഏതില്? എക്സ് ഇൻഡിഗോ. അല്ല എന്നിട്ട് പൈസ കുറവല്ലായിരുന്നോ? ശമ്പളം കുറവും നല്ല ജോലിയും അല്ലേ? എനിക്കറിയാലോ ഗൈസ്. പിന്നെ ചെറിയ ആട്ടുത്തപ്പം തരും, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഈ കാണുന്ന ബസ് ഇപ്പം പുതിയതായിട്ട് വന്ന DL1 PD ഇത് ഇലക്ട്രിക്കലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചില കവലപ്പുണ്ടുകൾ എന്നെ പഠിപ്പിക്കുന്നത് ചില എനിക്കറിയില്ല. അത് ഞാൻ കണ്ടെത്തോ ഇലക്ട്രിക്കൽ ബസ് തുമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഏതാ ഇലക്ട്രിക് ബസ് അല്ലേ? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മള് അതിന് ഉത്തരം കിട്ടിയില്ല, നമ്മൾ മിണ്ടായിരിക്കുക. പഞ്ഞിനെ കുത്തി കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് നേരെ വണ്ടി നോക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കൊരു വണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള്. കിട്ടിയ ഊട്ടിയില്ല ചട്ടി. വണ്ടി കിട്ടിയ ഒരു കിടിലൻ യാത്ര ആയിട്ട് വീട്ടിലേക്ക് പോകത്തുള്ളൂ. വണ്ടി കിട്ടിയില്ലേ അടുത്ത എയർപോർട്ടിലൊന്നും ഇറക്കി വിടണേ. അതിനാ എനിക്ക് അടുത്ത ആഴ്ച കുറച്ച് പരിപാടി ഉണ്ട്. ഒരിക്കലും നടക്കൂല. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്ത് തിരക്കാന്ന് നോക്കിയേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് ഡൽഹിയിൽ. കാരണം ഇതൊരു രാജ്യ തലസ്ഥാനമാണ്. അത് മാത്രമല്ല പല ആവശ്യങ്ങൾക്കായിട്ട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതായത് ബിസിനസ് സംബന്ധമായ. കേരളത്തിൽ നിന്നാണെങ്കിൽ വണ്ടി പർച്ചേസിങ് സാധനം, അതായത് ഈ തുണി, പിന്നെ അതുപോലെ പെണ്ണുങ്ങളുടെ ഈ ഒരുങ്ങുന്ന മറ്റേ കോസ്മെറ്റിക്സ് അതുപോലെ സാധനങ്ങൾ, പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ മണ ഗുണ എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം ബിസിനസ് നടക്കുന്നുണ്ട് ചേട്ടാ ഡൽഹിയിൽ. ബിസിനസ്സാണ് ഇവിടെ മെയിൻ സംഭവം. കാരണം ഇന്ത്യയിലെ എല്ലാ ഐറ്റവും ഏറ്റവും ചീപ്പിന് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ശരിയല്ലേ ചേട്ടാ? കറക്റ്റാണോ? അതെ 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 അല്ലേ തുമ്പി? ഇലക്ട്രിക് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, കപ്പട കിപ്പട എല്ലാ സാധനം ഏറ്റവും ചീപ്പിന് ഡൽഹി അല്ലേ തുമ്പി? ഡ്രസ് ചീപ്പായിട്ട് കിട്ടും. അത്യാവശ്യം എല്ലാം കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ഈ ലിപ്സ്റ്റിക് എന്റെ വിശ്വാസമൊക്കെ അങ്ങനെയാണ്. തോന്നുന്നത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ചീപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇതേ ഈ കാണുന്ന സാധനമാണ് മറ്റേ ടോയ് വലിച്ചോണ്ട് പോകുന്ന വണ്ടിയായിട്ട്. അത് ശ്രദ്ധിച്ചോ? ഈ വണ്ടി എന്ന് വെച്ചാൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത വണ്ടിയാണ്. ഈ വണ്ടിക്ക് വന്നിട്ടാണ് ഇവിടുത്തെ 15 വർഷം അല്ലെ 10 വർഷം പൂർത്തിയായ വാഹനങ്ങൾ ആരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ടോയ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവന്റെ ഒരു അഹങ്കാരം നോക്കിയല്ലേ. ഇതുണ്ടോ? ഇത് CNG ആട്ടോ. പക്ഷെ എനിക്കിതിന് മനസ്സിലായിട്ടില്ല. എനിക്കൊന്ന് 10-25 വർഷം പഴക്കമുണ്ടാവില്ല കേട്ടോ അതിന്.
CNG അല്ലാതെ ഇവിടെ ഓടാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇതൊക്കെ CNG ആയി. ദില്ലി മെട്രോ വരുന്ന നോക്കിയേ, എന്ത് സൗന്ദര്യമായിട്ടാണ് ദില്ലി മെട്രോ വരുന്നത് നോക്കിയേ. ഹായ് പോമനെ, ടാറ്റാ. ഹായ്, ഒരു ദിവസം കയറണം ദില്ലി മെട്രോയില്. തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ടോ? അത്യാവശ്യം ഇവിടെ പറയാ, എനിക്ക് അറിയില്ലാത്തോണ്ടോ മറ്റേ വർത്താനം പറയല്ലോ. ഇവര് നമ്മളെ ഇരുത്തി ഊമ്പിക്കുവാണോ അതോ കളിയാക്കുവാണോ അതോ പറഞ്ഞു തരുവാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കിഡിലൻ ഒരു അമ്പലം. ഓ കിഡിലൻ, നോക്കൂ, സെറ്റപ്പ് സ്ഥലം, ഭയങ്കര പീസ്ഫുൾ ആയ ഏരിയ. വലിയ ഡൽഹിയുടേതായ തിരക്കൊന്നുമില്ല കേട്ടോ ഈ ഏരിയയില്. നോക്കിയാ കുഞ്ഞു പൈതൽ ഇരിക്കുന്ന നോക്കിയേ, പാവം. ഇത് എന്താ ഇത്, എന്റെ ദൈവമേ, വേസ്റ്റ് മാരേജ് ചെയ്യുന്ന സ്ഥലം. എന്റെ പൊന്നെ, ഓ ദൈവമേ, വെരി ഡാർക്ക്. എന്താ ഇത്, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂലായിരിക്കും കേട്ടോ, അത്രയ്ക്കും മണമായിരിക്കും അവിടെയൊക്കെ. ആ പിന്നെ അങ്ങനെ കുറെ ടീമാ, അവർക്ക് പിന്നെ റോഡ് ഏതാ തോട് ഏതാന്നൊന്നും അറിയത്തൊന്നുമില്ല. അവരവരുടെ ഇഷ്ടത്തിന് നടക്കും. നമ്മൾ വേണം മാറ്റി ഓടിക്കണം. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ സാധാ ഗ്രാമങ്ങള്. നമ്മള് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, യുപിയിലൊക്കെ കാണുന്ന പോലത്തെ. ചേട്ടാ ഇത് പിന്നെ ഔട്ടർ ആണോ ചേട്ടേ? ദില്ലിയുടെ ഔട്ടറാ? ആണോ? ഇതെന്താ ഇത്? അയ്യോ, ഔട്ടർ ഈസ് വെരി പരിതാപകരം കേട്ടോ. അടിപൊളി. കന്നാലിത്തൊഴുത്തൊക്കെ പിന്നെ ഇതിന്റെ ഡിവൈഡർ കേട്ടോ. അത് ബീഹാറിലൊക്കെ പോലെ. ഇവിടെ ബീഹാറികളാണോ കൂടുതല്? ബീഹാറിലൊക്കെ ഇങ്ങനെ കേട്ടോ. ഇതാണ് ഇവരുടെ കന്നാലിത്തൊഴുത്ത്. എന്നതാ ഇത്, പുറത്തോട്ട് ഇറങ്ങിയപ്പോ കളം മാറി. ദൈവമേ, ഔട്ടറാണ് കേട്ടോ. ഡൽഹിയാണ് ഗൈസ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എത്ര പെട്ടെന്ന് കളം മാറിയത് ഗൈസ്. ഇവിടെ കണ്ടല്ലോ, ചെറിയ പൈസക്ക് ഭക്ഷണം കിട്ടും. അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 50 രൂപ 30 രൂപ, അതിന് പൈസ കുറവല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഊണ് കഴിക്കണം എത്രയാ? 50 രൂപ. ആ 50 രൂപയ്ക്ക് ഊണ്. ബാക്കിയുള്ള സൈഡിനോ? കേരളത്തിലാട്ടോ പൈസ കുറവ്. പൈസ കുറവ് വലിയ നമ്മള് കയറ്റി പിടിക്കണ്ട കേട്ടോ, നമ്മള് തോറ്റു പോകുള്ളൂ. അതുകൊണ്ട് പൈസ കുറവാണ് നമ്മുടെ നാട്ടിലെ. പൈസ കുറവ്. 2 പുണ്ടച്ചുകൾ അവിടെ ഒന്നിച്ച്, എല്ലാരും നമ്മൾ വിജയിച്ചാൽ അല്ലേ, അവരൊന്നിച്ച് പറയല്ലേ, നമ്മൾ അതിനിടയ്ക്ക് കയറി കൈ കൊട്ടിട്ട് കാര്യമുണ്ടോ? 30 രൂപ. കേരളത്തിലാണ് സംഭവം പൈസ കുറവ് കേട്ടോ ഭക്ഷണത്തിന്. ഇവിടെയൊക്കെ ഭയങ്കര പൈസ. ഇന്നൊരു ചിക്കൻ കറി, 2 പീസുള്ള ചിക്കൻ കറി കഴിച്ചാൽ എത്രയും കേട്ടോ, 250. വിശ്വസിച്ച് കഴിക്കാൻ പറ്റണ്ടേ? അതൊരു ശരിയാ കേട്ടോ. അതോ ഒന്നും പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ നാടിനെ വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നാടാണ് എപ്പോഴും വലുത്, നല്ലത്. അതെ. തുണിക്കച്ചവടാ വലിയ ബണ്ടിന് വന്ന് ഇറങ്ങിയാക്കുന്ന ഗൈസ്. ഇതെന്താ സംഭവം? ഇതെന്താ ഇത്? ഇവര് താമസിക്കുന്ന ഏരിയ തോന്നുന്നു കേട്ടോ. അവിടെ എന്തോ മാർക്കറ്റ് ഉണ്ടല്ലോ. എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് ഏതാ സ്ഥലം? ഇതെന്താ ഇത്? ഇതേ പാണ്ടക്കെട്ട് പോലെ. ഇത് ഇവിടെ കുറെ പേര് വന്ന് നിൽക്കുന്നു. ഇതാ ഇതന്നെ. ഇത് തന്നെ വല്ല വോട്ടല്ലാണോ? ഇതന്നെ ഇത്. ഇതെന്ത് ബിസിനസ് ആടാ? വാട്ട് ഈസ് ദിസ്? ഇതെന്നത്? അതിന്റെ ഇടയ്ക്ക് വേട്ടാവളി അവൻ ഫ്രണ്ടിൽ പോകാനുള്ളതിന്. ഇതെന്നാ സംഭവം? ഇവിടെ ചെറിയ പൈസക്ക് നിങ്ങൾ വന്ന് ഫ്രെയിം വിൽക്കുന്നു. തുമ്പി മറ്റേ വീട്ടിലൊക്കെ വെക്കുന്ന ഫ്രെയിം. അതറിയാമെങ്കിൽ ഞാൻ പറയില്ല ഇത്ര പൈസ ചേട്ടാ നമുക്ക് മേടിക്കാലോ. ഇത് നോക്കിയേ. ഇതെന്തത്? ഏത് ഗ്രാമം? ഡൽഹിയുടെ ഔട്ടർ. ഇത് ഡൽഹിയുടെ ഔട്ടർ ആണോ? നല്ല കിഡിലൻ സൺസെറ്റ്. എന്ത് കിഡിലാന്ന് നോക്കിയേ. അയ്യോ, നല്ല ചുമന്ന് പോയി ആ ബിൽഡിങ്ങിന്. നീ പറയുന്ന ഒന്നത്തെ കിട്ടൂല, മൈക്കില്ലല്ലോ ഗൈസ്. ഞങ്ങളെ വണ്ടി നോക്കി പോവുക. എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വണ്ടി ഇന്ന് കാണാൻ പറ്റും, ഒരു എൻഡോർ. പക്ഷെ അത് പിന്നെ ബ്ലാക്ക് കളറാണ്. അത്യാവശ്യം ദൂരം സഞ്ചരിക്കാനുണ്ട് കേട്ടോ. എത്ര? 5 മണിക്ക് അസ്തമിച്ചല്ലേ? ഇറ്റ് ഈസ് വെരി ഹൈ. ഇന്നത്തെ ദിവസം ആദ്യത്തെ വണ്ടി കാണാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസം ആദ്യത്തെ വണ്ടി ഇവിടെ എവിടെയെങ്ങനെയാണ് കാണുന്നത്. എന്നാ തിരക്കാന്ന് നോക്കിയേ. എടാ മരഭൂതമേ ഇറങ്ങടാ, വാ. ഇന്നത്തെ ദിവസം
ആദ്യത്തെ വണ്ടി. ഇതേ മുല്ലപ്പൂമൊട്ട് കണ്ടോ, മുല്ലപ്പൂമൊട്ട്. ഇത് കണ്ടോ മുല്ലപ്പൂമൊട്ടാണ് കാണുന്ന, മുല്ലപ്പൂമൊട്ട്. മുല്ലപ്പൂ അല്ല, സോറി, താമര. താമരമൊട്ട് കേട്ടോ, താമരമൊട്ട്. ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കി ഭയങ്കര തിരക്കാണ്. ഇവിടെ എന്നാ പാൻസ് വിൽക്കുന്ന കേട്ടോ, പാൻസ്. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇതെന്നാ കടല, വട, കൊട, കിടി എല്ലാം ഇവിടെ വിൽക്കും. ദൈവത്തിനറിയാം ഇതെന്നാ സാധനം. ഇതെന്നെ ഇവർ തിന്നുന്നത്. ഹായ്, എന്നോ ചായ. അത് വലിയൊക്കെ ഞങ്ങൾ പണ്ടേ നിർത്തുക കൂട്ടുകാരാ. ഓ, ഇവിടെ വറക്കുന്ന കപ്പലണ്ടി വറക്കല്ലോ ഇവിടെ. ഇവിടെ കപ്പലണ്ടി അതെന്നാടാ. ആ ഗൈസ്, ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം. ആഹാ, ഇതേതാ സ്ഥലം ഒന്നും നമ്മളോട് ചോദിക്കില്ല, നമുക്കറിയത്തില്ല കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ ഇമ്പോർട്ടഡും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്. കടല, അത് ഇത് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിനറിയാം. അണ്ടിയേ അണ്ടി അവിടെ കാണിച്ച കടല കാണിച്ചേ. ഓ, ചൂട് കടല, നല്ല കടല കേട്ടോ. ഇതുണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം എങ്ങനെയാണ് നോക്കിയടാ. ഓ, മാങ്ങാത്തുരി കല്ലിനിടയിൽ കയറി. നമ്മൾ തന്നെയാണോ? നീ വേറെ ആരെങ്കിലും എടുത്തേ? കാണിച്ചടാ. ഇതെന്നെ സാധനം ഇത് പൊട്ടിക്കുന്നു. ഓ, നമുക്ക് മൊത്തം എന്നോടത് ആ ഒന്ന് പൊട്ടിച്ചെന്ന് എനിക്ക്. കുടിച്ച ഞാനൊന്നും നോക്കട്ടെ. അതായത് താമരയില്ല, താമരയല്ല തുമ്പി, താമരമുട്ട്. പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? പ്രോട്ടീൻ കറങ്ങാട്ടെ. വണ്ടി കാണാൻ വേണ്ടി വന്നോ, വണ്ടിയില്ല. ഭയങ്കര തിരക്ക് കേട്ടോ. ഇറ്റ് വാസ് വെരി ഹെവി. നമ്മൾ ആദ്യമായി കാണാൻ വന്ന വണ്ടി ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന എൻ്റെ പേര്. ആ, ഇത് റാപ്പാണ്, ഒറിജിനലാണോ? ആ, 6 സ്പീഡ് ഓട്ടോമാറ്റിക്. കിടന്ന വണ്ടിയാണോ തുമ്പി? കണ്ട മറ്റേ ടോളിൻ്റെ സാധനം ഇടിച്ചിടിച്ച് 2.2 അല്ല 3.2 6 ഓട്ടോമാറ്റിക്. ടൈറ്റാനിയം 19 വിലയ്ക്കാണ് തോന്നുന്നു. 10 ഓട്ടോമാറ്റിക്. ഇത് കഴിയാറായെന്ന് തോന്നട്ടെ ഇതിൻ്റെ ഇത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ചെറിയ ചെറിയ പണികളുണ്ടാവൂടാ ലിവിനെ, അത് നോക്കരുത്. പെയിൻറ്റ് പണി ചെറിയ തട്ടും കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ടയറില്ല. എല്ലാവരും എൻ്റെ ഒരു ഓടിച്ചും ചാടിച്ചൊക്കെ നോക്കുകയാണ്. വളരെ 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 ഇതാ സ്കാൻ കുത്താൻ പോകുന്നു. ഇത് ചേട്ടന് ഇവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ, മറ്റേ നോക്കുന്ന പരിപാടിയുണ്ട്. ഇത് സ്കാനർ കുത്താൻ പോവാണ്. ചേട്ടാ ഇതിൻ്റെ പേരുണ്ട് ചേട്ടാ, OBD സ്കാനർ. ചേട്ടാ മറ്റേ സാധനം ഒന്ന് തരും കേട്ടോ, വെറുതെ ഒന്ന് ഷോ കാണിച്ചിട്ട് വരാം ചേട്ടാ. ഒന്ന് ചേട്ടാ തുറക്കും, പട്ടിഷ കാണിക്കാൻ പോകട്ടോ. ഇതൊന്നും ഒരു കാര്യമില്ലാത്ത സാധനം. വണ്ടി എന്ന് പറഞ്ഞാൽ ഊട്ടി. ഞാൻ തുടങ്ങാം, ഷോ കാണിക്കാൻ പോകട്ടോ ഗൈസ്. ഇതാ ഇതിൻ്റെ പെയിൻറ്റ് എന്തോരം ഉണ്ട്, എന്താണ് സാധനം നോക്കിയതാ. ഇവിടെ കുത്തി നോക്കാന്ന്, ഇവിടെ ഉണ്ടാവൂല. അതാ 500. ഇതുണ്ടോ? ഇനി അടുത്ത് ഇതാ ഇവിടെ കുത്ത്. എല്ലായിടത്തും കുത്തി കാണിക്കാട്ടാ ഗൈസ്. ഇതെങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ വണ്ടി സെക്കൻഡ് ഓണറാണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഫസ്റ്റ് ഓണർ വണ്ടിയല്ല. ഫ്രണ്ടിലെ ഈ ടയർ കുഴപ്പമില്ല. എന്നാ ബേക്കിലെ 2 ടയർ. സൈലന്റ് വണ്ടിയാ. രാഹുൽ ഭായ്, आज ओनली एक ही है. Yesterday you bowling 3. No. आज only 2 नहीं 3 दिखाएगा अभी. इसके बाद और 2 दिखाएगा. आज. Yes. ठीक है. ഗൈസ് വണ്ടി അവിടെ നിന്ന് ഓടിച്ചിടാൻ പോവാ കേട്ടോ. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് വണ്ടി ഓടിച്ചിടാൻ പോകും. അത് തന്നെ സംഭവം. ഓ, നമ്മൾ ടയർ തിരിക്കുന്നതനുസരിച്ച് മിറർ തിരിയും അല്ലേ?
അല്ലേ തുമ്പി? അങ്ങനൊക്കെ ഉണ്ട്. ഫുള്ള് ചെക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഫുള്ളെല്ലാം സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് എൻജിൻ ഭാഗം. ഇത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. K&N ചേട്ടാ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടല്ലേ സൗണ്ടിന് വേണ്ടി. K&Nന്റെ ഇതാ ഇനി കമ്പനി വരുന്ന ഇതാണോ അല്ലേ? മാറ്റിയത് വെച്ചായിരിക്കും അല്ലേ? TDCI വേറെ എന്തൊക്കെ എഞ്ചിൻ്റെ പേരും സംഭവങ്ങളൊക്കെയാണ്. ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്താ പാർക്കിംഗ് കിടന്ന വണ്ടിയാണ് കേട്ടോ. എല്ലാം കുത്തുണ്ട്. അത് ഊരി കേട്ടോ നമ്മൾ ഓരോ നോക്കുക. റാപ്പിംഗ് അല്ല കേട്ടോ ഏട്ടേ. റാപ്പാണോ? ബ്ലാക്കിൽ റാപ്പാ? ഓ ഈ ഗ്രേയിൽ ബ്ലാക്ക് റാപ്പ് ചെയ്തോ. എപ്പം പിടിക്കുമെന്ന് ചോദിച്ചാൽ മതി. പിടിക്കും കേട്ടോ. ഓ ബ്ലാക്ക് റാപ്പ് ചെയ്തോ. സ്റ്റിക്കർ റാപ്പിംഗ്. ഇതെങ്ങനെയാണെന്നുള്ളത് തുമ്പിയോട് ചോദിച്ചാൽ തുമ്പി പറഞ്ഞായിരുന്നു. എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോന്നോരോന്നായിട്ട്. ഷേപ്പൊക്കെ ഉള്ള നല്ല കിടിലൻ ടൈറ്റാനിയം കേട്ടോ. 4WD അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് പാർക്കിംഗ് കിടന്ന കേട്ടോ. എനിക്ക് വന്നൊരു 5-6 ദിവസം ആയെന്ന് തോന്നുന്നു. 5-6 അല്ലെന്ന് തോന്നുന്നു. ആട് ബ്ലൂ ഉണ്ടോ ഇതിന്? ഡീസൽ. भैया ये आड़ ब्लू है, इसमें आड़ ब्लू नहीं है ना? आड़ ब्लू नहीं है ना? होगा इसमें आड़ ब्लू तो आड़ ब्लू ഉണ്ടാവും. ഇത് 2.2 ഉണ്ട്, 3.2 ഉണ്ട് കേട്ടോ. 3.2 എടുത്താലേ കാര്യമുള്ളൂ. 3 ടെസ്റ്റ് ഡ്രൈവിന് പോകട്ടെ രണ്ടുപേരും. നല്ല അലക്കിയിട്ട് വരട്ടെ ടെസ്റ്റ് ഡ്രൈവിന്. നാല് ടയറിന് എത്ര രൂപ ഓർത്താ? 4 ടയർ എങ്ങനെ വേണ്ടി 40,000 രൂപ മേളിൽ വരും. 12,000 മേളിൽ നോക്കിയാൽ 12,000 മേളിൽ. സസ്പെൻഷൻ ഒക്കെ ഓക്കെ. ബെൽറ്റ് ഇട്ട് ഓടിക്കാം. ബെൽറ്റ് ഇട്ട് ഓടിക്കാവുള്ളൂ. ഒരു പോയി സസ്പെൻഷൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ ലിവിനെ. സസ്പെൻഷൻ ഒന്നും കുഴപ്പമില്ല. ഇതേ പോകുന്നു ഇവര് ടെസ്റ്റ് ഡ്രൈവിന് പോവാം. ആഹാ എന്താ സാധനം. നല്ല മിസൈൽ കുറ്റി. മിസൈൽ പോകുന്ന പോലെ സാധനം പോയി കേട്ടോ. മിസൈൽ പോകുന്ന പോലെ പോയി. റോക്കറ്റ് വാണം 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 വിട്ട പോലെ. सीधा गाड़ी बाय रोड है। ये भैया ये गाड़ी जाने के लिए वो गवर्नमेंट का टैक्स ज़्यादा डालेगा. പ്രോബ്ലം. കൊതുക് നോക്കിയേ. കൊതുക് തട്ടിക്കളല്ലടാ. ഞാൻ കൊതുകിനെ കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക്. കൊതുക് എന്റെ മറ്റേ ബിയോ നെഗറ്റീവോ ഇതെന്തോ സാധനം കൊതുക് പിടിക്കുന്ന സാധനം. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മോസ്കിറ്റോ അമ്മേ ഇതെന്നാ മോസ്കിറ്റോയാ? ഈ കൊതുക് അടിക്കില്ല കേട്ടോ. ഇല്ലാത്ത ദിവസം ഓടി പിടിക്കും. മറ്റേ സംഭവത്തിൽ കൂടെയാണ് മറ്റേ ഇതിൽ കൂടെയാണ് മറ്റേ രോഗങ്ങൾ പകരുന്നത്. എന്നാന്നറിയാമോ? എല്ലാ രോഗവും കടിപ്പിക്കാതെ പരമാവധി നോക്കുക. ഭയങ്കര ഇത് സ്കാൻ ചെയ്ത റിപ്പോർട്ടായി ഫോണിൽ. അത് ഞാൻ കാണിക്കത്തില്ല. അത് അവരുടെ പേഴ്സണൽ സംഭവമാണ്. കണ്ടോ സ്കാൻ ചെയ്ത റിപ്പോർട്ട് ഫോണിൽ വന്നു. അപ്പോൾ അതെന്നാ സംഭവം എന്നുള്ളതൊക്കെ കിട്ടി. ചേട്ടാ വണ്ടി മാറ്റാൻ. ചേട്ടാ എന്നാ ടെക്നോളജി അല്ലേ. അന്നപ്പമ്പാടെ ഫോണിൻ്റെ അകത്ത് എല്ലാ സാധനം വന്നേ. ഇവരെ പോലുള്ള ആൾക്കാരെയും കൊണ്ട് നമ്മൾ പോയിട്ട് വണ്ടി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുള്ളിയെടുത്ത് സ്കാനർ ഉണ്ട്, പെയിന്റിന്റെ സാധനമുണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ സാധനമുണ്ട്. അതെ പെയിന്റിന്റെ. അതാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ കാരണം. ഈ സാധനമുണ്ട്. അതെ ഈ സാധനം അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. കൊണ്ട് വണ്ടി അവിടെ നടുക്കിട്ടോട്ടെ. വണ്ടി മാറ്റാൻ വേണ്ടി പോയത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ വിഷയം ഉണ്ടെന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നു, അവർ സംസാരിക്കുന്നു. ഒരു നല്ല താർറോക്സിൻ്റെ വീല് നോക്കിയേ. എൻ്റെ അമ്മ നമ്മുടെ നാട്ടിലാണ് 50,000 രൂപ ഫൈൻ കിട്ടും 4 ടയറിന്. ഒരു ടയറിന് 10,000 വെച്ച് 50,000 രൂപ. ബേക്കിലും കൂടെ ഉണ്ടാവില്ലോ ടയർ. എത്ര? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇത് കൂടെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എടുക്കണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഉണ്ടാ ചേട്ടാ എൻ്റെ കണ്ണടക്കിയത് ഏതിലാണെന്നറിയാവോ? വീല് കണ്ടോ? ഏതാ കാറിൻ്റെ വീല് നോക്ക് നിങ്ങൾ. നോക്ക് എന്നാ വീലാ. കിടിലം വീല് കേട്ടോ. എന്നാ പറയുന്നത്? നാണമുണ്ടോ ഉളുപ്പുണ്ടോ തനിക്ക് പറയാൻ?
ഇത്ര നാളെ എൻ്റെ അടുത്ത് പിന്നെ ഊമ്പാനാണോ നടന്നത്? Driving, only sleeping. 6 വർഷമായി എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നു, ഇപ്പഴാ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാണല്ലോ, അസഹനീയമായ ബ്ലോക്ക്. നമ്മൾ എങ്ങോട്ടാ പോകുന്ന അറിയില്ല. ഫ്രണ്ടിൽ ഒരു എർട്ടിക കണ്ടില്ലേ? എർട്ടിക അല്ല, അതിന്റെ പിന്നെ സിയാസ്. ആ സിയാസിന്റെ പുറകെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ തിരക്കിന് ഒരു രീതിയിലുള്ള കുറവോ കാര്യങ്ങളോ ഇല്ല. ഗൈസ്, ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പുള്ളിയുടെ ഫോണ് കാണുന്നില്ല. അപ്പൊ ആ ഫോണ് നമുക്ക് കണ്ടെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പക്ഷെ എന്റെ കണ്ണ് കാണുന്നില്ല. ആലീസിന്റെ കടയുണ്ടെന്ന് പറഞ്ഞു. ആലീസ് കിച്ചൺ. ആനീസ് കിച്ചൺ. ആനീസ് ആരെയാണെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. നല്ല ഊണ്. എടാ മര വാഴ ഊണില്ല, വെറുതെ ഊണടിക്കുക. പൊറോട്ട, ബിരിയാണി. എന്തെല്ലാം ഇത് നോക്കിയേ, ഇതുണ്ട് സാധനങ്ങൾ. ചെറിയ ഈ ഡൽഹിയിലുണ്ടല്ലോ തുമ്പി, ഡൽഹിയിൽ ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടും. തുണിയും വടിയും കൊടയും ഈ പൂവൊക്കെ. ഈ പ്രണയിക്കുന്നവർക്ക് എന്നെ സുഖമാണെന്നില്ല. ഇതുണ്ടോ, ഇതുപോലെ ഇവിടെ വന്നിട്ട് ഒന്ന് മേടിച്ചാൽ അതെ. ഇവിടെ ഇവിടെ എങ്ങനെ പോയി കഴിക്കട്ടെ. ഈ കാണുന്നതാണ് ഹോട്ടല്. വായി വെക്കാൻ കൊള്ളുവോ ഇല്ല എന്നുള്ളത് കയറി കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. സാധാരണ ഡൽഹി വന്ന പെടലാണ് സാധാരണ കൂടുതൽ. തുമ്പി പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാ. നല്ല ഫുഡ്. നിങ്ങൾ ഇവിടുത്തെ പുട്ടും ഇതൊക്കെ നല്ലതാണെന്നാ പറഞ്ഞത്. ഫുഡ് നല്ലതായതുകൊണ്ട് ആ നോക്കാം, കേറ്. എനിക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര നല്ല ഭക്ഷണം. കുഴപ്പമില്ല. പക്ഷെ അറവുമാടാട്ടോ. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സത്യസന്ധമായ കാര്യം പറയുള്ളൂ. ഭക്ഷണം കുഴപ്പമില്ല. അന്ന് വിചാരിച്ച് ഇങ്ങനെ എന്നാ പറയാ, നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ വന്ന് മലയാളി ഫുഡ് കഴിക്കുന്നത് അതിനൊരു ടെസ്റ്ററോ അതിന്റെ സെറ്റപ്പോ കാര്യങ്ങളൊന്നും അത്ര സെറ്റപ്പ് ഉണ്ടാവില്ല. കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം. പക്ഷെ അറവാണ്. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് 4 പേര് കഴിച്ച് വന്നപ്പോൾ നമുക്ക് 2100-250 അത്ര കാണും. പൈസയുടെ അല്ല, പക്ഷെ നല്ല ഭക്ഷണം കുഴപ്പമില്ല. പക്ഷെ അറവാണ്. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. എങ്ങോട്ടാ തുമ്പി പോകുന്നത്? എൻ്റെ സ്ഥലത്തിൻ്റെ പേരിന് നമ്മൾ RK ആശ്രം. അതവിടെ ഒരു ടീഷർട്ടിൻ്റെ ഷോപ്പാട്ടോ. അവിടെ ഭയങ്കര റേറ്റ് കുറവുമല്ലോ. പോയി നോക്കാം. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന തിരക്കല്ല, ഭയങ്കരം തിരക്കാണ്. ഭയങ്കരം ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കരം ബ്ലോക്കാണ്. നേരത്തെ കഴിച്ച പൊറോട്ടയും സാധനം എല്ലാം കൂടെ കലങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇച്ചിരി കുത്തിക്കാതെ ഓടിക്കാൻ പറ്റുമോ തുമ്പി? വേറെ രക്ഷയില്ല. ആകെ പോകുന്നത് 10. ഇനി ഇതിൽ കൂടുതൽ എങ്ങോട്ട് കുത്തിക്കാനാണ്? സമയം ശരിയാണ്, സംഭവം കറക്റ്റാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കുത്തിക്കയറ്റാതെ ഓടിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ ഒരു രസം ഉണ്ടായിരുന്നു. അതെ, ഇച്ചിരി കുത്തിക്കയറ്റാതെ. ഇവിടെ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനാട്ടോ. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. എന്തായാലും ഇതിലെ കയറ്റാൻ വേറെ വകുപ്പൊന്നുമില്ല. ഞാൻ കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെ പയ്യെ പോയിക്കൊണ്ടിരിക്കണ്ടോ. ആംബുലൻസിന് പോലും വഴി കൊടുക്കുകയല്ല, പിന്നെ എന്നാ ചെയ്യാനാ? എല്ലാവർക്കും ആദ്യം നോക്കിയേ, ഒരു ആംബുലൻസ് കിടക്കുന്ന നോക്കിയേ. എന്റെ ദൈവം, നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ എല്ലാരും വഴി മാറി കൊടുത്താൽ കേറിപ്പോയനെ. വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇവിടെ ആംബുലൻസിന്റെ അകത്ത് രോഗിയാണോന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ പെട്ടെന്ന് ആരും കയറിയാണെന്നും പറയാൻ പറ്റൂല. അങ്ങനെ സംഭവിക്കൂല. അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു കാലത്ത് പിടിച്ചു പക്ഷെ മൊത്തം. അല്ല, പിന്നെ ഒരു കാലത്തുണ്ടായിരുന്നു ഈ വണ്ടി ട്രെയിനൊക്കെ മിസ്സാകുമ്പോ ഇപ്പൊ എല്ലാം പിടിച്ച് നിർത്തിച്ചു. പോലീസ് ഫോട്ടോ എടുക്കുന്ന നോക്കിയേ. ഇതുണ്ടോ പുള്ളിനെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതെന്നാ കേട്ടാ, റിപ്പോർട്ട് കൊടുക്കുന്നതാണോ? എന്തോ റിപ്പോർട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നാ മെഷീൻ കംപ്ലൈന്റ് ആയി പോയത്. അമ്മാതിരി തിരക്കാട്ടോ. ഇവർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എത്ര ഫൈൻ അടിക്കും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾ തുണി മേടിക്കാൻ വേണ്ടി വന്നാണ്. ഉടുതുണിയും മറുതുണിയും ഇല്ലാതെ ഇപ്പൊ തിരിച്ചു പോവാം. തുമ്പി ഇട്ടാക്കുന്ന ഇതാന്ന് പറഞ്ഞ് വിലക്കുറവിന് വന്നു. പക്ഷെ വിലക്കുറവ് കിട്ടിയില്ല. ബീഹാറിൽ പോയി വാങ്ങാനാണ് പറഞ്ഞത്. ബീഹാറിൽ പോയി മേടിക്കും കേട്ടോ. ഓൺലൈനിൽ വില കുറവാണ്. അങ്ങനെ മേടിക്കും. ഓൺലൈനിൽ 2 എണ്ണം 799. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ സാധനം ഒന്നും സ്റ്റോറിലില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? പെണ്ണുങ്ങളുടെ 199, ആണുങ്ങൾക്ക് 799. ബൈ 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 ബൈ. ഒന്നിനും പെടരുത്, രക്ഷപ്പെട്ട് വരണം. കുരുത്തക്കേടൊന്നും കാണിക്കരുത്. നാളെ കാണാവേ. ബൈ ബൈ. പിള്ളേരൊക്കെ ടൂർ കൊണ്ട് വേണ്ടിട്ട് വണ്ടിക്കിട്ട് മാത്രമേ കുത്താവുള്ളൂ, വേറെ അതെ ഗൈസ്. അപ്പം നമ്മൾ നേരെ വണ്ടി കയറി പോവുകയാണ്. നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഹോട്ടലിൽ പോവുക, കിടക്കുക. വേറെ പരിപാടി സംഭവങ്ങളൊന്നുമില്ല. അപ്പം ടുഡേ ഫിനിഷ് കൽ ദേക്കേക. സഹകരണം കണ്ടോ, ആ സ്നേഹം കണ്ടോ? നോക്കിയേ, തള്ളിക്കൊടുക്കുന്ന നോക്കിയേ. നല്ലവനാട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും തള്ളി കൊടുക്കുന്നുണ്ടോ? വിഷമിക്കേണ്ട വരില്ല. അത് കാരണം അത് ഭയങ്കര പാടാണ് ഇവനെ. ഇതിന്റെ അകത്തോടെ സൈക്കിൾ ചവിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാ. ഓഹ്, നല്ലൊരുത്തൻ. നന്മയുണ്ടാവും അവന്. ഓഹ് പാവം, മറ്റോ ആഞ്ഞാ ചവിട്ടുന്നത്. ഓഹ്,
സമ്മതിക്കണം കേട്ടോ. അതായത് ഈ ഡൽഹിയിൽ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ടൈപ്പ് വേഷമാണെന്നറിയാം നമ്മൾ കാണേണ്ടത്. അതായത് ഒന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിനില്ലാത്തത് മുതൽ അതായത് കോടാനുകോടി ഡെയിലി ചെലവാക്കുന്നതും വരെയുണ്ട് അല്ലേ ഗൈസ്. നമ്മുടെ ഇന്ത്യനെ പിന്നെ പല രാജ്യങ്ങളെയും ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത്, നിങ്ങൾ ആലോചിക്കണം ഗൈസ്. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ റൂമിൽ എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ റൂം ഇതാണ്. സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ വെക്കുക, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വെക്കുക. സാധനങ്ങൾ ഡോറടയ്ക്കുക. മരം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണമെന്ന് ചോദിക്കുക. എന്തൊക്കെ കുറയുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. കുറേ സാധ്യതയുണ്ടോ അല്ലേ? അല്ലാതെ ഇത് മായാണ്ടി കുപ്പാഞ്ചുള്ള കൊച്ചി അല്ല. കൊച്ചിയും ഡൽഹിയും തമ്മിൽ ആനയാണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ കുനിഞ്ഞു നിന്നാണല്ലോ കുറുമ്പാട് വരെ കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മുടെ നാട്ടിൽ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചെങ്കിലും തരും. ഇവിടെ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതെ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാണ് സംഭവങ്ങൾ. നാളെ ഇപ്പോൾ അടുത്ത വണ്ടി തപ്പം ഇറങ്ങാം. നാളെ എത്ര വണ്ടിയുണ്ട് എന്താണെന്നൊന്നും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നാളെ അറിയാം നാളത്തെ കാര്യങ്ങൾ. അപ്പോൾ വീട്ടിൽ പറ്റി വീട്ടിൽ